ദൈവത്തിൻ്റെ കൃപ അവിടുത്തെ അനന്തകാരുണ്യത്താൽ സകല ജനങ്ങളുടെയും അവകാശമാണ്. അവിടുത്തെ വാഗ്ദാനങ്ങൾ കാലത്തിനും ദേശത്തിനും വർഗത്തിനും അതീതവും അവർണ്ണനീയമാംവിധം സമ്പൂർണവുമാണ്. തൻ്റെ പ്രിയ പ്രേക്ഷിതരിലൂടെ ഏറെ പേർ അനുദിനം ആ കാരുണ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ തങ്ങളുടെ സൃഷ്ടാവിനെ തിരിച്ചറിയുകയും ഇന്ന് അവിടുത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുകയും ചെയ്യുന്ന അനേക ദൈവമക്കളുണ്ട്. ഈ കാലഘട്ടത്തിലും നാം മനസ്സിലാക്കുന്ന, തിരിച്ചറിയുന്ന അനന്ത നന്മസ്വരൂപനായ ദൈവത്തെ പ്രഘോഷിക്കുന്നതിനുള്ള ചുമതല നാം ഏവർക്കുമുണ്ട്. എക്കാലവും സുവിശേഷവൽക്കരണത്തിനും ദൈവരാജ്യ സംസ്ഥാപനത്തിനും നേതൃത്വം നൽകുന്ന ഏറെ അഭിഷിക്തരുണ്ട്. അവരിലൂടെ അനേകർ ദൈവരാജ്യത്തിൻ്റെ സമ്പന്നതയോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു. പുനലൂർ രൂപതയുടെ മെത്രാൻ റവറൻ ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ തൻ്റെ പ്രവർത്തന മേഖലകളുടെ വൈവിധ്യം കൊണ്ടും പ്രവർത്തന ശൈലിയുടെ ലാളിത്യം കൊണ്ടും ശ്രദ്ധേയനാണ്. അത്യന്തം സ്നേഹധനനും വിനയാന്യുതനുമായ ഈ കർത്തൃശുശ്രൂഷകന്റെ ജീവിതവീഥികളിലെ ദൈവീക ഇടപെടലുകൾ വിസ്മയകരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര രൂപതയിൽപ്പെട്ട ഉച്ചക്കടയിൽ ജനിച്ചു വളർന്ന ബഹുമാനപ്പെട്ട ബിഷപ്പ് സെൽവിസ്റ്റർ പൊന്നുമുത്തൻ തൻ്റെ സവിശേഷമായ കുടുംബ സാഹചര്യങ്ങളിൽ നിന്നാണ് വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ അഭ്യസിച്ചത്. 1985 സ്ഥാപിതമായ പുനലൂർ രൂപതയുടെ മൂന്നാമത് മെത്രാനായി ബഹുമാനപ്പെട്ട ബിഷപ്പ് സെൽവിസ്റ്റർ പൊന്നുമുത്തൻ നിയോഗിക്കപ്പെടുന്നത് 2009 ആ നാളുകളിൽ കാർമൽഗിരി സെമിനാരിയുടെ റക്ടറായി സേവനമനുഷ്ഠിക്കുകയായിരുന്ന അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിരുന്നു ആ തീരുമാനം. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലാറ്റിൻ മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന സുവിശേഷ പ്രഘോഷണം വ്യാപകമായത്. തിരുവിതാംകൂർ ഭാഗത്ത് ആ കാലങ്ങളിൽ ഒട്ടേറെ കുടുംബങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നുവന്നു. ആദ്യകാലങ്ങളിൽ കൊല്ലം രൂപതയ്ക്ക് കീഴിലായിരുന്ന ഇന്നത്തെ പുനലൂർ രൂപതയുടെ വിവിധ ഭാഗങ്ങളിലും ഏറെ ക്രൈസ്തവ കുടുംബങ്ങൾ പുതുതായി രൂപപ്പെട്ടു. അവരിൽ വലിയൊരു വിഭാഗവും ആ കാലത്ത് സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന പിന്നോക്ക സമുദായങ്ങളിലെ അംഗങ്ങളായിരുന്നു. അന്ന് കത്തോലിക്ക മിഷണറിമാർ നടത്തിയ പ്രയത്നങ്ങളുടെ ഫലമായി വലിയ ആത്മീയ മുന്നേറ്റത്തിനു പുറമെ വലിയ സാമൂഹികമായ പരിണാമങ്ങളും ഈ നാട്ടിൽ സംഭവിക്കുകയായിരുന്നു. പുനലൂർ രൂപത മിഷൻ രൂപത എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഇവിടുത്തെ കത്തോലിക്ക വിശ്വാസികളിൽ 60% ദളിത് ക്രൈസ്തവരാണ്. 1905 ഭാഗ്യസ്മരണാർഹനായ അലോഷ്യസ് മരിയ ബെൻസിയർ തിരുമേനി കൊല്ലം രൂപതയുടെ ഇടയ ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷമാണ് അന്ന് സമൂഹം ഭ്രഷ്ടുകൽപ്പിച്ചിരുന്ന ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്നത്. മതസ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുവാനായിട്ട് നല്ലൊരു പ്രചോദനം അന്നത്തെ മിഷണറി വൈദികർ നൽകുകയുണ്ടായി. കാരണം ഒരു സാമൂഹ്യമായിട്ട് തന്നെ അവർ പിന്നാക്കം നിന്നപ്പോൾ അവരെ ഒരു മനുഷ്യത്വപരമായിട്ട് കാണാനും മാനുഷിക മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനുമായിട്ടുള്ള അവസരം നൽകുക അലോഷ്യസ് മരിയ ബെൻസിയർ പിതാവിന് സാധിച്ചു. ആ കാലഘട്ടം തുടങ്ങി, അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതലാണ് ധാരാളം വ്യക്തികൾ
സഭയെ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ചും കറ്റാനം, ചാരുമൂട്, ശൂരനാട്, കടമ്പനാട് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇതൊരു സാമൂഹ്യമായിട്ട് തന്നെ അവർക്കൊരു റെക്കഗ്നീഷൻ കിട്ടുന്ന അവസരമായിരുന്നു. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പിന്നാക്കാവസ്ഥ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അത് നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ വേണം ഇവിടെയും കാണാനായിട്ട്. കാരണം സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടുമൊക്കെ ഇനിയും വളരാനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഞാൻ ഏറ്റവും അധികം അഭിമാനിക്കുന്നത് സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ട് പിന്നാക്കം നിൽക്കുമ്പോഴും എൻ്റെ ജനതയുടെ ആ വിശ്വാസം പ്രശംസനീയമാണ്. കാരണം ധാരാളം വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്. ഭാരതമാകെ തന്നെ സിഖ് വിഭാഗത്തിൽപ്പെട്ട ദളിതർക്കും മറ്റ് ബുദ്ധമത വിശ്വാസികളായ ദളിതർക്കുമൊക്കെ ഭരണഘടന നൽകുന്ന ആനുകൂല്യങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ട ദളിത് ക്രൈസ്തവർ അതിനുവേണ്ടി പോരാടുന്നതോടൊപ്പം അവരുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാമൂഹ്യപരമായിട്ട് ഇനിയും മുന്നോട്ട് വരാനുണ്ട്. പക്ഷേ വളരെയധികം താല്പര്യത്തോടുകൂടെ തന്നെ ധാരാളം ആളുകൾ പഠിക്കുകയും കഠിനാധ്വാനത്തോടെ മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. തന്നെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ജനതയുടെ പശ്ചാത്തലത്തെ വ്യക്തമായി ഉൾക്കൊണ്ടുകൊണ്ട് അവരിൽ ഒരാളായാണ് ബഹുമാനപ്പെട്ട സെൽവിസ്റ്റർ പിതാവ് അവർക്കിടയിൽ പ്രവർത്തിക്കുന്നത്. ആ ജനതയെ ഒരു കാലത്ത് അകറ്റി നിർത്തിയിരുന്ന പൊതുസമൂഹം ഇന്ന് അവരെ ഏറെ വിലമതിക്കുന്നെങ്കിലും ഇനിയും ഈ സമൂഹം ഏറെ സഞ്ചരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഇവിടുത്തെ വിവിധ സംഘടനകൾ, അത് ലിറ്റിൽ വേ ആകട്ടെ, മിഷൻ ലീഗ് ആകട്ടെ, നമ്മുടെ യുവജന സംഘടനയാകട്ടെ, തീർച്ചയായിട്ടും മറ്റുള്ള ഈ സമൂഹത്തിൻ്റെ ആ ഒരു വളർച്ചയിൽ മുഖ്യകണ്ണിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് അടിസ്ഥാന ക്രൈസ്തവ സമൂഹത്തിലൂടെ അവർക്കൊരുമിച്ച് കൂടാനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും സഭ തങ്ങളുടേതാണെന്നുള്ള ബോധ്യത്തിൽ വളരാനുമൊക്കെ സഹായമാകുന്നു. അപ്പം അത് ഈ സാമൂഹ്യമായ മുന്നേറ്റമൊക്കെ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, ഒരു പ്രോസസ്സിലാണെന്ന് പറയാം. അതെ, BCC പ്രവർത്തനങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള സാമൂഹ്യപരമായിട്ടും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടും ഒത്തിരി ഈ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹാർട്ട്, ബോഡി, ബ്രെയിൻ അല്ലേ? അപ്പോൾ ഓരോ യൂണിറ്റിലും ഇപ്പോൾ ഒരു ലീഡറുണ്ട്. വിദ്യാഭ്യാസ ശുശ്രൂഷയ്ക്കായിട്ട്, അജപാലന ശുശ്രൂഷയ്ക്കായിട്ട്, സാമൂഹ്യ ശുശ്രൂഷയ്ക്കായിട്ട്, അറ്റ്ലീസ്റ്റ് ഐഡിയലായിട്ട് അവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എല്ലാം ഞാൻ ഉദ്ദേശിച്ച തലത്തിലെത്തിയെന്ന് ഞാൻ പറയുന്നില്ല, അവകാശപ്പെടുന്നില്ല. പക്ഷേ ഒരു നല്ലൊരു ശതമാനം ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഒരു ദൗത്യം നിറവേറ്റേണ്ടതാണെന്നുള്ള അവബോധം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം പ്രത്യേകിച്ചും ഒരു 5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ വിമർശനാത്മകമായിട്ട് തന്നെ എല്ലാവരും നോക്കുന്നുണ്ട്. അതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. കാരണം നമ്മുടെ പ്രവർത്തനങ്ങളെ, അജപാലന പ്രവർത്തനങ്ങളെ പോലും വിമർശനാത്മകമായിട്ട് കാണുമ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. കാരണം ഒന്ന് ചലഞ്ച് ചെയ്യും, ഒരു പ്രവർത്തനങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ഒരു ലീഡർഷിപ്പ് വരുമ്പോൾ അപ്പോഴും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ബഹുമാനപ്പെട്ട സെൽവിസ്റ്റർ പിതാവ്
തൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ചെലവഴിച്ചിട്ടുള്ളത് വൈദിക വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. ദൈവനിശ്ചിതമായ ആ വീഥികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മുമ്പേ ഉണ്ടായിരുന്ന ദൈവവിളികളോടുള്ള അഭിനിവേശമാണ് പ്രകാശിതമായിരുന്നത്. കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകുന്നതിനും ഉള്ളവ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പരിശീലിപ്പിക്കപ്പെടുന്നതിനും അദ്ദേഹം ആവോളം പരിശ്രമിച്ചിരുന്നു. തനിക്ക് ദൈവവിളിയോടുള്ള ആഭിമുഖ്യം തോന്നിത്തുടങ്ങിയ ചെറുപ്രായത്തിൽ തന്നെ ഈ കാലത്തെ കുഞ്ഞുങ്ങളും തിരിച്ചറിവിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന അദ്ദേഹം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊപ്പം ചെലവഴിക്കുന്നതിനായി വർഷത്തിൽ ഒരു ദിവസം പതിവായി മാറ്റിവയ്ക്കുന്നു. ഒത്തിരി വർഷം വൈദിക വിദ്യാർത്ഥികളോടുകൂടി ആയിരുന്നതുകൊണ്ട് വൈദിക ദൈവവിളി, പിന്നെ ഞാൻ സന്യസ്തരുടെയും ഒരു സ്പിരിച്വൽ ഡയറക്ടറായിട്ടൊക്കെ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ദൈവവിളി പ്രോത്സാഹനം എൻ്റെ പ്രവർത്തനങ്ങളുടെ മുഖ്യ ഘടകമാണ്. പെട്ടെന്ന് ദൈവവിളി ഉണ്ടാകുകയില്ല. ഞാൻ നേരത്തെ അച്ഛനോട് സൂചിപ്പിച്ചായിരുന്നല്ലോ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ക്വാളിറ്റിയിൽ അല്പം ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഈ ക്വാളിറ്റിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പം അത് ഈ വളരെ ചെറുപ്പത്തിലേ തന്നെ നല്ല കൺവിക്ഷൻസ് വളർത്തിയെടുക്കണം. കാരണം എനിക്ക് കൺവിക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഫിലോസഫി പഠിച്ചതിന് ശേഷം വന്ന കൺവിക്ഷൻ അല്ല. വളരെ ചെറുപ്പത്തിലേ തന്നെ കിട്ടിയിട്ടുള്ള കൺവിക്ഷൻ, അതിനെ നമുക്കൊരു ശാസ്ത്രീയമായ രീതിയിൽ കാണാനും ഒരു ഡിസേൺ ചെയ്യാനും ഒക്കെ സാധിച്ചു. അപ്പം ഞാൻ ഊന്നൽ നൽകുന്ന ഈ ദൈവവിളിക്ക് നൽകുന്ന പ്രോത്സാഹനത്തിൻ്റെ ഒരു ഘടകമെന്ന് പറയുന്നത് ഈ രൂപതയിൽ ആരംഭിച്ചിരിക്കുന്ന ശുഭദർശൻ പരിപാടിയാണ്. അത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന, ഓരോ വർഷവും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഗെറ്റ് ടുഗദർ ബിഷപ്സ് ഹൗസിൽ വെച്ച് തന്നെ നടത്താറുണ്ട്. അപ്പം അതാദ്യം പ്രപ്പോസ് ചെയ്തപ്പോൾ അച്ഛന്മാർക്കും ഒരു തമാശ തോന്നി, കാരണം കൊച്ചുകുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്യാനാണെന്നുള്ള ഇതായിട്ട്. പക്ഷെ ഞാൻ നിർബന്ധം പിടിച്ചു, കാരണം എനിക്ക് ദൈവവിളി കിട്ടിയത് 4ൽ പഠിക്കുമ്പോഴാണ്. അതൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 4ാം ക്ലാസ്സിലെ കുട്ടികൾ വരുമ്പോൾ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് അതിന്. ഒന്നാമതായിട്ട് ഈ ഒരു 10-11 സൈക്കോളജിസ്റ്റുകൾ തന്നെ പറയുമല്ലോ, 10-11 വയസ്സ് അവരുടെ ബുദ്ധിയിൽ വളരെയധികം ചിന്തകളും നല്ലൊരു ഡിസൈസീവ് ടൈമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു ദിവസം ബിഷപ്സ് ഹൗസിൽ വരുമ്പോൾ ഈ രൂപതയിലെ മെത്രാൻ വസിക്കുന്ന ഭവനം അവർ കാണുക, അതിലൂടെ കടന്നു പോവുക, മെത്രാനോടൊപ്പം ഭക്ഷിക്കുക, ഒരു ദിവസം ചിലവഴിക്കുക. അപ്പോൾ ഇതൊരു കാര്യം. രണ്ടാമതായിട്ട് ഞാൻ അതിലൂടെ എടുത്തത്, ഈ വ്യക്തികൾക്ക് കുറേ കഴിയുമ്പോഴായിരിക്കും ഓർമ്മകൾ വരുന്നത്. നമ്മളെ ഓർമ്മകളാണല്ലോ പലപ്പോഴും നമ്മളെ ഒരു പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ ഒരു നല്ല ഓർമ്മകൾ വെച്ച് ഉണ്ടാകണം. പിന്നെ ഞാൻ തന്നെയും അത് കഴിഞ്ഞിട്ട് ഇടവുകളിലൊക്കെ പോകുമ്പോൾ ഈ കുട്ടികളെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരും വളരെ ഇതായിട്ട് അടുത്ത് വരാനും ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ കുറേ വർഷം കഴിയുമ്പോൾ ഈ രൂപതയിലെ എല്ലാ വ്യക്തികൾക്കും ഈ ബിഷപ്സ് ഹൗസ് സുപരിചിതമായിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് എ ലോങ് ടേം പ്രോസസ്സ്. ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഫലം 10 വർഷം കഴിയുമ്പോഴായിരിക്കാം അനുഭവിക്കുന്നത്. കാരണം ഇന്ന് 4ൽ പഠിക്കുന്നവർ ഇനിയും 6 വർഷം കഴിയുമ്പോഴല്ലേ 10ാം ക്ലാസ് കഴിയുള്ളൂ. വീണ്ടും ഒരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോഴേ ഗ്രാജുവേഷനൊക്കെ ആകുകയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രായം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. പക്ഷെ നമ്മളിപ്പോൾ 4 മാത്രം വിളിച്ചു കൂട്ടിയിട്ട് അങ്ങ് വിടുകയല്ല. അത് കഴിഞ്ഞിട്ട് വെക്കേഷനൊക്കെ ഇവർക്ക് ഒരു ഫോളോ അപ്പ് ഉണ്ട്. അത് വേറെ സ്ഥലത്ത് വെച്ചൊക്കെ ആയിരിക്കും സൗകര്യമനുസരിച്ച്. അപ്പോൾ ഈ 4ാം ക്ലാസ്സുകാരെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു നല്ലൊരു കാര്യം, അത് ശുഭദർശൻ ഒരു ലേബലിൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ദൈവവിളി പ്രോത്സാഹനം
ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്ന പിതാവ് തൻ്റെ ഉദ്യമങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെയാണ് ആ കർത്തവ്യത്തെ കാണുന്നത്. രൂപതയുടെ മധ്യസ്ഥ തന്നെയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ചൈതന്യം ഉൾക്കൊണ്ട മിഷൻ ലീഗ് പോലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുവാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ഇവിടുത്തെ മിഷൻ ലീഗിനേക്കാളും ലിറ്റിൽ വേ അസോസിയേഷൻ, പക്ഷേ ഇപ്പോൾ അത് രണ്ടും കമ്പൈൻ ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. കാരണം രണ്ടിൻ്റെയും ആധ്യാത്മികത കൊച്ചുത്രേസ്യയിൽ നിന്നാണ്. പിന്നെ കൊച്ചുത്രേസ്യയാണ് ഈ രൂപതയുടെ മധ്യസ്ഥ. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊച്ചുത്രേസ്യയുടെ ആധ്യാത്മികത പകർന്നു കൊടുക്കുവാനായിട്ട് അവസരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ലിറ്റിൽ വേയിലൂടെയും ഈ മിഷൻ ലീഗിലൂടെയും ഒക്കെ ദൈവവിളി ഉണ്ടാകും. നമ്മുടെ പ്രസിദ്ധനായ കുഞ്ഞേട്ടനച്ഛനൊക്കെ ഈ മിഷൻ ലീഗിലൂടെയൊക്കെയാണല്ലോ ഒരുപാട് ദൈവവിളി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ ദൈവവിളിക്ക് കുറവ് കുഞ്ഞേട്ടനെ പോലത്തെ ഒരാളില്ലാത്തതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഓരോ രൂപതയിലും ഓരോ കുഞ്ഞേട്ടന്മാർ വേണം. പലപ്പോഴും ദൈവവിളികൾക്ക് ആരംഭം കുറിക്കുന്നതായി തിരിച്ചറിയാവുന്ന ചില മേഖലകളുണ്ട്. അൾത്താര ബാലസംഘവും ഗായക സംഘവും മറ്റുമാണ് അത്. പള്ളിയോടും തിരുസഭയോടും ചേർന്നു നിൽക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം കുട്ടികൾ ഇപ്പോഴും ഈ വിഭാഗങ്ങളിലുണ്ടാകും. ബഹുമാനപ്പെട്ട സെൽവിസ്റ്റർ പിതാവ് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധാലുവാണ്. അൾത്താരയുടെയും ആരാധനാക്രമത്തിൻ്റെയും ആധ്യാത്മികത അവരിൽ നിറയ്ക്കാൻ കഴിഞ്ഞാൽ അവരിൽ നിന്ന് മികച്ച ദൈവവിളികൾ രൂപപ്പെടുമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഇപ്പോൾ രൂപതയിൽ വേറൊരു കാര്യം ചെയ്യുന്നത്, നമ്മൾ ഓൾട്ടർ ബോയ്സിൻ്റെ ഒരു കൂട്ടായ്മ അത് പരിപോഷിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ രൂപതയിലെ വൈദികരെക്കുറിച്ച് ഒരു സന്തോഷമുള്ളത്, വൈദികരെല്ലാവരും തന്നെ ഓൾട്ടർ ബോയ്സിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നല്ല ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും ദിവ്യബലിയിൽ അവരുടെ പങ്കാളിത്തം. എനിക്കൊരിക്കലും ഓൾട്ടർ ബോയ്സിനെ കുറിച്ചൊരു നെഗറ്റീവായിട്ട് ഒരു സ്ഥലത്തൊന്നും ഉണ്ടായിട്ടില്ല. കാരണം കൊച്ചുകുട്ടികളല്ലേ, അല്പ വികൃതിയൊക്കെ കാണിക്കേണ്ട പ്രായമാണ്. പക്ഷേ എങ്കിലും അതുപോലും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ അച്ഛന്മാരെ അതിനെ അഭിനന്ദിക്കാറുണ്ട്. അപ്പോൾ അതിനെ അല്പം കൂടെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കാരണം എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് വെറും ഒരു ഇതിൽ പങ്കെടുക്കുക അത് മാത്രമല്ല, ഈ ഓൾട്ടർ ബോയ്സ് അൾത്താരയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അൾത്താരയുടെ ആധ്യാത്മികത അൾത്താര ശുശ്രൂഷകൾക്ക് കിട്ടണം. അപ്പോൾ അൾത്താരയുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് ആരാധനാക്രമത്തിൻ്റെ ആധ്യാത്മികതയാണ്. അപ്പോൾ നമ്മൾ ഏത് ലിറ്റർജിക്കും അതിൻ്റേതായ ആധ്യാത്മികതയുണ്ട്. അപ്പോൾ ഇപ്പോൾ പൊതുവെ റൂബ്രിക്സ് അവർക്കറിയാം, എപ്പോഴാണ് വീഞ്ഞും വെള്ളവും കൊടുക്കേണ്ടതും അല്ലെങ്കിൽ മാറ്റിയ പുസ്തകവും മാറ്റേണ്ടത്, അതൊക്കെ അറിയാം. പക്ഷേ ദിവ്യബലിയിൽ ഒരു വൈദികൻ എന്തെല്ലാം അർത്ഥം മനസ്സിലാക്കിയാണ് ഈ ആരാധന നടത്തുന്നത്, ദിവ്യബലി അർപ്പിക്കുന്നത്, ഇത് നമ്മുടെ അൾത്താര ശുശ്രൂഷ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതും ശ്രമിക്കുന്നതും ഇതിൻ്റെ ഒരു ലിറ്ററിക്കൽ സ്പിരിച്വാലിറ്റി, ആരാധനാക്രമത്തിൻ്റെ ആരാധനയുടെ ആധ്യാത്മികത അൾത്താര ശുശ്രൂഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആഗ്രഹമാണ്. പിന്നെ നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് ഗായക സംഘത്തിലാണ് കൂടുതൽ പെൺകുട്ടികൾ. അപ്പോൾ ഈ ഗായക സംഘം ഇപ്പോൾ പൊതുവെ എല്ലാ പള്ളികളിലും കാണുന്നത് അതൊരു പ്രൊഫഷനായിട്ടാണ് കാണുന്നത്. അവർ പാടുന്നത് ആധ്യാത്മികമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ്, സംശയമില്ല. എങ്കിലും ഇതൊരു ദിവ്യബലിയോടെ ഞാൻ പറഞ്ഞ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് ആ ഗായസംഘം വരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ അവരെ മ്യൂസിക്കിന് പ്രാധാന്യം കൊടുക്കുന്നു, ആരാധനയ്ക്ക് പ്രാധാന്യം ഇനി കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു ഇത് വരുമ്പോൾ അപ്പോൾ ഓൾട്ടർ ബോയ്സും കൊയർ അംഗങ്ങളും നമ്മുടെ ആരാധനയുടെ ആധ്യാത്മികത മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവവിളി ഉണ്ടാകും. അപ്പോൾ പെൺകുട്ടികളുടെ ഇനി സിസ്റ്റേഴ്സ് ആകാനുമായിട്ടും അല്ലെങ്കിൽ സന്യാസിനി ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മൾ കാണേണ്ട വ്യക്തികളാണ് ഈ ഗായക സംഘം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒത്തിരി വിശുദ്ധകളെയൊക്കെ അറിയാമല്ലോ, സിസിലി ഉൾപ്പെടെയുള്ളവരുടെ. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ പ്രീ മാരേജ് കോഴ്സ് നടക്കുമ്പോൾ ഞാനും പോയൊരു ടോക്ക് കൊടുക്കാറുണ്ട്. കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, കൂദാശയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവരിൽ നിന്നാണ് ഇനി ദൈവവിളി ഉണ്ടാകേണ്ടത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, പ്രീ മാരേജ് കോഴ്സ് മാത്രമല്ല, രൂപതയിലെ സംബന്ധിച്ചിടത്തോളം രൂപതയിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് എന്നെ കാണാനായിട്ട് പറയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി ഭാര്യയും ഭർത്താവും അവരുടെ പേരൻസും കൂടെ വരും. അപ്പം ഞാൻ അവർക്കും ഒരു ക്ലാസ്സൊക്കെ എടുക്കാറുണ്ട്. കഴിവതും തൻ്റെ കൊച്ചു രൂപതയിലെ ഓരോ അംഗങ്ങളുടെയും വിശ്വാസ ജീവിതത്തിൽ ശ്രദ്ധാലുവായ, വേർതിരിവില്ലാതെ ഏവർക്കും മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന നല്ല ഇടയനായ ക്രിസ്തുവിനോട് ഏറ്റവും ചേർന്നു നിൽക്കുന്ന അദ്ദേഹം നൂതനമായ ഏറെ സന്ദേശങ്ങൾ തൻ്റെ അജഗണത്തിന് നൽകിക്കൊണ്ടേയിരിക്കുന്നു. കുടുംബങ്ങൾക്കു വേണ്ടിയും യുവജനങ്ങൾക്കു വേണ്ടിയും കൂടുതൽ തീക്ഷ്ണമായ പദ്ധതികൾക്ക് അദ്ദേഹം രൂപം നൽകുന്നു. അറിയാതെ ചിലർക്കെങ്കിലും ഒരു ചിന്തയുണ്ട്, യുവജന സംഘടന എന്ന് പറയുമ്പോൾ സാമൂഹ്യമായ ഇത് മാത്രമാണ്, ജീസസ് യൂത്ത് ആധ്യാത്മികത. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, ഇത് രണ്ടും രണ്ടു കൂട്ടർക്കും വേണ്ടതാണ്. നമുക്ക് ആധ്യാത്മികതയില്ലാതെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യാനും പറ്റില്ല, സമൂഹത്തോട് പ്രതിജ്ഞാബദ്ധത ഇല്ല എങ്കിൽ ആധ്യാത്മികതയ്ക്കൊരു ഫലവുമില്ല. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരോടും പറയാറുണ്ട്. അപ്പോൾ അതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു യാത്രയാണ് ഞാൻ യുവജന സംഘടനയിൽ കാണുന്നത്. കഴിയുന്നതും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും എനിക്കറിയാൻ, നേരിട്ട് അറിയാൻ അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഈ 2014 ഏപ്രിൽ മാസത്തിൽ അവർ നടത്തിയ ഒരു യൂത്ത് ക്രോസ് പ്രയാണം വളരെ അനുഗ്രഹപ്രദമായിരുന്നു. അതുപോലെ തന്നെ ഈ രൂപതയിൽ 2014 ഞാൻ കുടുംബ വിശുദ്ധീകരണ വർഷമായിട്ട് ഒന്ന് പ്രഖ്യാപിച്ചു. വലിയൊരു ചടങ്ങായിട്ട് നടത്താനല്ല, ഒരു അനുഭവമാകട്ടെ. പ്രത്യേകിച്ചും കുടുംബങ്ങളുടെ വിശുദ്ധീകരണം സദാ നടത്തേണ്ട കാര്യമാണ്, അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകും. അപ്പോൾ യുവജന സംഘടന അത് ടേക്കപ്പ് ചെയ്തു. അവരുടെ കർമ്മപരിപാടിയായിട്ട് യൂത്ത് ആൻഡ് ഫാമിലി എന്നൊരു വിഷയം അവർ ചർച്ചയ്ക്ക് വിധേയമാക്കി. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയും ഷോർട്ട് ഫിലിം, ഇന്നത്തെ കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർ അവബോധമുള്ളവരായി മറ്റുള്ളവരെ അവബോധമുള്ളവരാക്കുവാനായിട്ട് ശ്രമിച്ചു. വിസ്മയകരമാണ് ഈ കർത്തൃ ശുശ്രൂഷകന്റെ ജീവിതവീഥികൾ. ദൈവം അദ്ദേഹത്തെ കൈപിടിച്ചു നടത്തുന്ന വഴികൾ ഏറെ പ്രചോദനാത്മകവും. കർത്താവിന് ഏറ്റവും പ്രിയങ്കരനായ ഈ പുരോഹിത ശ്രേഷ്ഠന്റെ യാത്ര തുടരുന്നു. നമ്മുടെ ക്രിസ്ത്യൻ തീംസ്, ബൈബിളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഭാരത സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് സംഗീതമായിട്ട് ആവിഷ്കരിക്കുകയാണെങ്കിൽ ധാരാളം ആളുകൾക്ക് അത് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് തടസ്സം നിൽക്കാതെ വന്നത് എഴുതിയത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് കമ്പോസ് ചെയ്തു. ഒത്തിരി രാഗങ്ങളിൽ
അദ്ദേഹം ചെയ്തു. അതിന് വലിയ അസാധാരണത്വമൊന്നുമില്ല. കാരണം കർത്താവ് എല്ലാവരുടെ അടുത്തും പോയി, അവിടെ പാവപ്പെട്ടവരുടെ വീട്ടിലും പോയി, പണക്കാരുടെ വീട്ടിലും പോയി, രോഗികളുടെ വീടുകളിലും പോയി, അല്ലേ, കാനായിലെ കല്യാണ വീട്ടിലും പോയി. അപ്പോൾ ഒന്ന് ഇത് ഇടയ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഭവനം സന്ദർശിക്കുക. എല്ലാവരും പിതാവെന്ന് വിളിക്കുകയാണെങ്കിൽ എനിക്ക് അവകാശപ്പെട്ടതാണ് രൂപതയിലെ എല്ലാ ഭവനങ്ങളും.